ഇതിന്റെ അകത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരു കാറിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട്. അത്യാവശ്യ സാധനം എന്ന് പറയുന്നത് മെയിൻ ഒന്ന് ഒരുപാട് പേര് കളിയാക്കിയായിരുന്നു ഒരു ആന വണ്ടി അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഇതൊരു ആന തന്നെയാട്ടോ. അതിനെ കൊണ്ടുനടക്കാൻ വേണം ഒരു കഴിവ് അല്ലേ. നാട്ടില് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് എന്റെ ആദ്യത്തെ ബൈക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അത് നമ്മളെ വീട്ടിന്റെ അകത്ത് കയറ്റി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആനക്കുട്ടിയുടെ വീഡിയോ ആട്ടോ. നമ്മുടെ പെണ്ണ് ഇതിന് ഗ്രൗണ്ട് ഓടി കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ UK യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഇത്. ഒരു ചെറിയ കുട്ടിയാണെന്ന് തന്നെ പറയാം. കാരണം അതുപോലത്തെ ഒരു തലയെടുപ്പുള്ള ഒരു അടിപൊളി വണ്ടിയല്ലേ. അപ്പം ഇന്ന് ഇതിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു 3.5 വർഷമായി ഈ വണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ പോരായ്മകളെ കുറിച്ചും ഇതിന്റെ നല്ല വശങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ വണ്ടി 1.6 ലിറ്റർ എഞ്ചിനാട്ടോ. പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് 1.6 ലിറ്റർ സീടെക് എഞ്ചിനാട്ടോ. ഈ ഫോർഡ് ഫോക്കസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വേറെ ഈ സെയിം മോഡൽ തന്നെ 1 ലിറ്റർ എക്കോ ബൂസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ വേറെ വേർഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഒരു മോഡലാണ് 1.6 ലിറ്റർ സീടെക് എഞ്ചിൻ. അതായത് നമ്മുടെ ഈ കാണുന്ന വണ്ടി. അപ്പോൾ ഇതിന്റെ എനിക്ക് അങ്ങനെ ആധുനിക അല്ല, എന്താ ആധികാരികമായി പറയാൻ പറ്റില്ല. എനിക്കിങ്ങനെ ആധികാരികമായിട്ട് ഇതിനെ കുറിച്ച് പറയാൻ അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്ന കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു വാക്ക് അറൗണ്ട് നടക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഇത് കാണാൻ. 2012 മോഡൽ വണ്ടിയാണോ. ഒരു 4 person ഫാമിലിക്ക് പറ്റിയ ഒരു പെർഫെക്റ്റ് വണ്ടിയാണ്. മോഡൽ വണ്ടിയാണ്. അപ്പൊ ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട്. ചെറുതാണ്. എനിക്കൊരു ഡൗട്ട്, എന്തുകൊണ്ട് നമ്മൾ ഫോർഡ് ഇന്ത്യ വിട്ട് പോയി എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം അത്രയും നല്ലൊരു വണ്ടിയാണ്. ഫോർഡിന്റെ ബിൽഡ് ക്വാളിറ്റി എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഈ ഒരു വണ്ടിയുടെ കാര്യമാട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ യൂസ് ചെയ്ത് വേറെ വണ്ടികളൊന്നും നമ്മളത് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ നാട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ടാറ്റ നാനോ പോട്ടെ, ടിയാഗോനേക്കാളൊക്കെ ഫാർ ബെറ്റർ ആണ്. ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, എന്റെ അറിവ് വെച്ച് പറയുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വാ. ഇതാണ് ഇതിന്റെ ഒരു വാക്ക് അറൗണ്ട് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ നിന്ന് കാണാൻ ഏകദേശം ഇങ്ങനെയാണ്. നല്ലൊരു വീതിയുള്ള ഒരു ചെറുതല്ല എന്നോട്ട് വലുതും അല്ലാത്തൊരു മോഡൽ അല്ലേ. ഈ ഒരു വണ്ടി കൊണ്ട് നമ്മൾ അത്യാവശ്യം എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓഫ് റോഡ് പോയിട്ടുണ്ട്. ഈ പറഞ്ഞ ലോങ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു 10-35 കിലോ വരുന്ന ടെന്റ് നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ച് നമ്മൾ സ്കോട്ട്ലാൻഡ് ഫുള്ള് കറങ്ങിയിട്ട് വന്നായിരുന്നു 8 ദിവസം കൊണ്ട്. പിന്നെ ഒരു 4 പേരും ഇതിനകത്തുണ്ടായിരുന്നു. ഫുൾ ലോഡ് ഇട്ട് അടിച്ചിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പോയി തിരിച്ചു വരാൻ പറ്റിയിട്ടാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത് കേട്ടതാണ്, ഇതിന്റെ കൂളന്റ് ലീക്കിംഗ് ഉള്ളത്. അത് ഈ മോഡലിനും BMAX എന്ന് പറഞ്ഞ ആ ഒരു മോഡലിനും കൂടുതലാണെന്നാണ് എന്നോട് പല മെക്കാനിക്കുകളും പറഞ്ഞത്. കാരണം ഈ ഒരു പ്രശ്നം അതിനുണ്ട്. പക്ഷെ ഞാനത് ഒരു തവണ നമുക്ക് ആ ഒരു പ്രശ്നം വന്നത് ശരിയാക്കി. പിന്നെ നിലവിൽ ഇതുവരെ ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പോൾ അതൊരു പ്രശ്നമായിട്ടാണ്. വേറെ ഒരു ഡ്രോബാക്ക് എനിക്ക് പറയാനില്ല. പെട്രോൾ നമ്മൾ അധികം ചെക്ക് ചെയ്തിട്ടില്ല. ഇതിന്റെ മൈലേജ് കാര്യങ്ങൾ എനിക്ക് തരക്കേടില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 40 പൗണ്ടിന് നമ്മളൊരു വീക്ക് അടിക്കുവാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഓടുന്നുണ്ട്. കാരണം എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്നു. അങ്ങനെ പോയിട്ട് വന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടും നമുക്ക് ബസ്സിനൊക്കെ പോകുന്നതിനേക്കാൾ വെച്ച് ലാഭമായതുകൊണ്ട് പിന്നെ നമ്മൾ പെട്രോളിന്റെ കാര്യത്തിലേക്ക് അധികം ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് നോക്കിയിട്ടില്ല. മൈലേജ് നോക്കിയിട്ടില്ല. പിന്നെ കൺവീനിയൻസ് നമുക്ക് എളുപ്പമാണ്, ഈസിയാണ് എന്ത് പോയി വരാനും. പ്രത്യേകിച്ച് കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് അത് വണ്ടി എന്തായാലും അത് ഏത് വണ്ടി ഉണ്ടെങ്കിലും നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുവാണെങ്കിൽ ഒരു 4 പേരടങ്ങുന്ന ഫാമിലിക്ക് അത്യാവശ്യം നല്ലൊരു വണ്ടിയാട്ടോ. പക്ഷെ ഞാൻ ഇനി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. 2010 ശേഷമുള്ള വണ്ടികൾ എടുക്കാതിരിക്കുന്നത് നല്ലത്. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന ഫോർഡ് ഫോക്കസ് ഒക്കെ അത്യാവശ്യം നല്ല വണ്ടികളാണ്. പക്ഷെ വില വെച്ച് താഴെ വെക്കണ്ട എന്നാ നീ കൈ പിടിച്ചോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഫോർഡ് ഫോക്കസിന്റെ ഇപ്പോഴത്തെ വണ്ടികൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഫോർഡിനോട് എനിക്കൊരു സ്നേഹമുണ്ട്. കാരണം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ അറിയില്ല. എനിക്ക് എന്തോ ഇഷ്ടമായിട്ടോ ഫോർഡിന്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു. പിന്നെ വേറെ പറയാനുള്ളത് വേറെ ഇതിനെ പുറത്തൊന്നും പറയാനില്ല. ഇപ്പൊ ഇത് ഇങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ പുറംഭാഗം. ഇത് നമ്മൾ വെച്ചതാണ് കേട്ടോ. ഈ ഒരു റൂഫ് ബാർ നമ്മൾ പിടിപ്പിച്ചതാണ്. ഇത് നമുക്ക് 186 പൗണ്ടായി. നമുക്ക് ടെന്റ് വെക്കാനും അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ വെച്ചതാ. പിന്നെ വേറെ കാര്യം, ഇതിപ്പോ ഇതിനകത്തേക്ക് കയറാനുണ്ട്. അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഇറ്റ്സ് എ കംപ്ലീറ്റ് മെസ്. അപ്പൊ ഇതിന്റെ അകത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരു കാറിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട്. അത്യാവശ്യ സാധനം എന്ന് പറയുന്നത് മെയിൻ ഒന്ന് നമ്മുടെ സീറ്റ്, സ്റ്റിയറിംഗ്, ബ്രേക്ക് പെഡല്, കാര്യങ്ങള്, പിന്നെ പാട്ട് വെക്കാനുള്ള സാധനം, അങ്ങനെ ഒരുവിധം വേണ്ട സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് 2012 മോഡലാട്ടോ. പക്ഷെ എന്നിരുന്നാലും ഇതിന് ആ ഒരു പഴക്കം നമുക്ക് തോന്നത്തില്ല. ഇല്ല എസ്പെഷ്യലി അതിന് നമ്മൾ താങ്ക്സ് പറയേണ്ടത് ഇതിന്റെ ഫസ്റ്റ് ഓണറോടാണ്. ഇത് നമ്മളെ കിട്ടിയതിന് ശേഷമാണ് ഇത്രയും മോശമായത്. ഇതിന്റെ ഫസ്റ്റ് ഓണർ നമ്മളിത് 2022 മേടിക്കുമ്പോ ഇത് 10 വർഷം പഴക്കം ഉണ്ടെങ്കിലും ഒരു പുത്തൻ വണ്ടി എടുക്കുന്ന ഇതിലായിരുന്നു കിട്ടിയത്. കാരണം ഒരു സ്ക്രാച്ചോ
ഒരു മോശമായ ഒരു സംഭവം ഇതിനകത്തില്ലായിരുന്നു. നമ്മ കിട്ടിയതിനു ശേഷം അതെല്ലാം നമ്മൾ ആക്കി. കാരണം വേറൊരു കാര്യം നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നതുകൊണ്ടായിരുന്നു മൊത്തം ഇത് മെസ്സാവും വണ്ടി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് മേളായി നമ്മൾ ഈ വണ്ടി ക്ലീൻ ചെയ്തിട്ട്. ഇപ്പൊ ഇതിനകത്ത് എന്തൊക്കെ വേസ്റ്റ് ഉണ്ടെന്ന് അറിയാം. നീ പിടിച്ചോ. അപ്പൊ ഇത് നമുക്ക് ഇന്നൊന്ന് ക്ലീൻ ആക്കണം അല്ലേ? പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മുടെ ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അതായത് നമ്മുടെ ഫോർഡ് ഫോക്കസ് ടൈറ്റാനിയം ആണ്. അതുകൊണ്ട് തന്നെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയതുകൊണ്ട് അതിനുള്ള ഒരു ഇത് ഇതിനകത്തുണ്ട്. കാരണം നമ്മളിത് സോണിയുടെ ആണ് ഇതിനകത്ത് സൗണ്ട് സിസ്റ്റം വന്നേക്കുന്നത്. സൗണ്ട് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കിട്ടുന്ന സാധനം കേട്ടോ. നമുക്കിത് ഒരു മറ്റേ ഇതിനുള്ള തിയേറ്ററിൽ കയറിയ എഫക്റ്റാണ് ഇതിനകത്ത് കയറിയത്. അത്രയും സെറ്റപ്പാണ്. പിന്നെ സ്റ്റിയറിംഗ് ഇവിടെ ഇതാണ് ഒരു ഇതിന്റെ മറ്റേ എന്താ പറയാ കാർബൺ ഇതാണ്. ഇത് ഞാൻ ഒട്ടിച്ചാട്ടോ. ഇത് ഇച്ചിരി പഴകിയാണ്, പക്ഷെ അത് ഞാൻ ഒട്ടിച്ചപ്പോ നല്ല രസമില്ല കാണാൻ. സ്റ്റിയറിംഗ് ഒക്കെ കാണിച്ചു നോക്കിയാൽ നല്ല. പിന്നെ ഇത് പവർ സ്റ്റാർട്ട് നമ്മളെ ഇവിടെ ഒരു സ്വിച്ച് ആണ്. സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സീറ്റാണ്. നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു യാത്ര കംഫർട്ടുള്ള സീറ്റാണ്. എനിക്ക് തോന്നുന്ന ഒരു 3000 മൈൽ ഈ വണ്ടി ഒരു 8 ദിവസം കൊണ്ട് ഓടിച്ചു. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. കൂടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് തോന്നി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്? സഞ്ചരിച്ച് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. നമ്മൾ ആക്ച്വലി 4 അഡൽട്ടും ഈ പറഞ്ഞ പോലെ ഫുൾ ലോഡ്, അതായത് 4 പേരുടെ ഡ്രസ്സ്, ഫുഡിന്റെ സാധനം, ക്യാമ്പിങ്ങിന്റെ സാധനം, അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് പോയിട്ടും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. വണ്ടിയാണെങ്കിൽ നല്ല പവർ ഉള്ള വണ്ടിയാ. ബാക്കോട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പുറകുവശം എന്ന് പറയുന്നത്. പുറകുവശം ഇപ്പൊ കണ്ടില്ലേ, ഫുള്ള് മെസ്സായി കിടക്കുവാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇപ്പൊ ഇന്ന് ഇത് ക്ലീൻ ചെയ്യുന്നതും കൂടെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിത് ഉദ്ദേശിച്ചത്. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടോ എന്ന് അറിയില്ല അല്ലേ. പിന്നെ നമുക്ക് ഒരു പുത്രി ഉള്ളത് കാരണം ഇതാണ് മൊത്തം തിന്നിട്ടും പുത്രിയും മോളും കൂടെ ഇതിനകത്തേക്ക് വേസ്റ്റ് ഇടും. പുത്രിയും മോളും അല്ല, പുത്രിയും അമ്മയും കൂടെ. അപ്പൊ ഇത് കണ്ട ഈ സീറ്റിനടിയിലൊക്കെ ഫുള്ള് സീറ്റിനകത്തേക്ക് ബിസ്ക്കറ്റ് ഇരുന്ന് ഉണങ്ങി. ഇത് നോക്ക്, ബിസ്ക്കറ്റ് ഇരിക്കും. സാരമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ഫാമിലി വണ്ടിയാന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളിനി പുതിയ മേടിക്കുന്ന വണ്ടിയിലേക്ക് ഇങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും ഇല്ല. ഫുഡ് അലൗഡ് അല്ല വണ്ടിയിൽ നിന്ന് കേട്ടാ. മിന്നുവിനോടാന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഡിക്കി പുറകിലേക്ക് വരുവാണെങ്കിൽ നമുക്കത് നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഇതുണ്ടോ, നമ്മൾ പ്രാമെല്ലാം വെച്ചിട്ടും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്. നമ്മുടെ ഇതിന്റെ സ്റ്റെപ്പിന് ടയർ വരുന്നത് ഇതിനടിയിൽ തന്നെയാണ്. അപ്പൊ ഇത്രയും സ്പേസ് ഇല്ലാതുണ്ട്. അപ്പൊ ഇതാരും മേടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത്, ഞാൻ എന്റെ ഒരു ഇതിനു വേണ്ടി എടുത്തു വെക്കുന്നത്. നമ്മുടെ കാറിന്റെ ഒരു ഡോക്യുമെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ കാറിന്. അപ്പൊ ഇതാണ്ട് അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. ഞാനിപ്പോ ഞാൻ ഇതൊരു വണ്ടി മാറ്റാത്തത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അങ്ങനെ വലിയൊരു പണി കിട്ടിയിട്ടില്ല ഈ വണ്ടിയുടെ. ഇനിയിപ്പോ ഒരു പണി കിട്ടാനെന്ന് അറിയില്ല, കിട്ടാൻ പോകുന്നുണ്ടോന്ന് അറിയില്ല, നോക്കണം. ഇങ്ങോട്ട് വരുന്നുണ്ട് അടുത്ത മാസം. അന്നേരം നമ്മള് പറയാം ബാക്കി. ഇതിന്റെ ടയറിന് നല്ല പണി കിട്ടിയായിരുന്നു. രണ്ട് ടയർ പഞ്ചറായിരുന്നു. അല്ലെ, നാട്ടിലുള്ളവർക്ക് ചിലപ്പോ MOT എന്താന്ന് അറിയുന്നുണ്ടാവില്ല. MOT എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു വർഷം നമ്മളെ വണ്ടി നമ്മളെ റോട്ടിൽ ഓടാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സംഭവം. സേഫ് ആണോ എന്ന് നോക്കുന്നു അല്ലേ. അപ്പൊ അത് സേഫ് ആണോ, എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. എല്ലാ വർഷം നമ്മളത് ചെക്ക് ചെയ്ത് അത് പാസ്സായാൽ മാത്രമേ നമുക്ക് വണ്ടി റോട്ടിൽ ഓടിക്കാൻ പാടുള്ളൂ. അതിനൊരു 40 പൗണ്ട് തൊട്ട് എനിക്ക് തുടങ്ങും, 40 പൗണ്ട് തൊട്ട് നമുക്ക് അതിന് ആവും. പിന്നെ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്യുന്ന അതിനനുസരിച്ച് ഒരു പൈസയാവും. പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഇൻഷുറൻസ് വരുന്നത് 110 അല്ലേ, ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. കാരണം മിന്നുവിന് ഇപ്പോൾ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഹോം ഇൻഷുറൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ് വരുന്നത്. നമ്മൾ അഡ്മിറലിൻ്റെ നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നുവിൻ്റെ ബാല്യകാല പാഠങ്ങളൊക്കെ ഈ വണ്ടിയിൽ നിന്ന് അല്ലേ. സ്റ്റിയറിംഗ് ഏതാണ്, ക്ലച്ച് ഏതാണെന്ന് പഠിച്ചതൊക്കെ ഇതാണ്. ഞാൻ ഓടി എനിക്കറിയില്ല. ക്ലച്ച് ഇല്ലല്ലോ, ഓക്കെ, ഇല്ല, ബ്രേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത് ഈ വണ്ടിയിലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഓടിച്ചേക്കുന്നത് ഈ ഒരു വണ്ടിയിലാണ്. ഏകദേശം 1 ലക്ഷം മൈൽ ആവാനായി. നമ്മൾ മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 60,000 മൈലായിരുന്നു. ഇപ്പം ഏകദേശം 1 ലക്ഷം മൈലായി ആവാനായി. അതിന് കുറച്ചും കൂടെ ഓടിക്കഴിഞ്ഞാൽ 1 ലക്ഷം മൈലാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കാറിന്റെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഒരുപാട് സ്നേഹമുള്ള ഒരു വണ്ടിയാണ്, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം മേടിച്ച വണ്ടി ഒരു മാരുതി 800 ആവാം, ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു ഓഡി ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോൾ നമുക്ക് ആ മാരുതി 800 ആയിരിക്കും ഇഷ്ടം. അതുപോലെ ആണ് എനിക്ക്. ചിലപ്പോൾ ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മാരുതി 800 ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് ഇതിനോടൊരു സ്നേഹമാണ് അല്ലേ. എനിക്കിഷ്ടം ഈ വണ്ടി ഭയങ്കര. നിനക്ക് ഓടിക്കാൻ അങ്ങനെ വണ്ടി? എനിക്കിഷ്ടം, നല്ല കംഫർട്ടബിളാ, നല്ല രസമല്ലേ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വലിപ്പം തോന്നും നമുക്ക്. പക്ഷെ ആദ്യമൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ ചെറിയ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയിലേക്ക് ഞാൻ ആദ്യം ഡ്രൈവിംഗ് പഠിച്ചത് ടൊയോട്ട യാരിസിലായിരുന്നു. അപ്പൊ യാരിസ് ഓടിച്ചിട്ട് ഇതിനകത്തോട്ട് കയറുമ്പം ഒരു ഇച്ചിരി ബിഗ് വണ്ടി പോലെ ഫീൽ ചെയ്തായിരുന്നു.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോവുകയും കിടന്നിറങ്ങുകയും ഒക്കെ ചെയ്തൊരു വണ്ടിയാട്ടോ. ഞങ്ങൾ ആദ്യം ക്യാമ്പിങ്ങിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചതും അതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയതൊക്കെ ഈ ഒരു വണ്ടിയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്. ഒരുപാട് പേര് കളിയാക്കിയായിരുന്നു ഒരു ആന വണ്ടി അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഇതൊരു ആന തന്നെയാട്ടോ. ഈ അതിൻ്റെ കൊണ്ടടക്കാൻ വേണം കഴിവ് അല്ലേ? ഇതാ നല്ല സസ്പെൻഷനും എന്താ പറയുക, ഒരു ഡ്രൈവിംഗ് കംഫർട്ടബിൾ ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. നമ്മളെ പെണ്ണ് പണങ്ങി പോയി നിൽക്കുന്ന നോക്കി. നമ്മളെ പെണ്ണിന് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. മറ്റേ ഷമ്മിയില്ലേ, ഷമ്മീനെ പോലെ ഇടയ്ക്ക് പണങ്ങി പോയി ആടെ നിൽക്കും. ബാ ഡാഡി തരാവാ. ഒരു പാർസൽ ഞങ്ങൾക്ക് വന്നിരുന്നേ. അപ്പൊ പാർസലിന് എടുത്തുകൊണ്ട് നടക്കാനാണ് ഇപ്പൊ പെണ്ണിന്റെ പണി. വാ വേണങ്ങണ്ട, വാ ഡാഡി തരാ. നമ്മളെ പെണ്ണ് ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ, കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തത്. അപ്പൊ നമ്മളെ പെണ്ണിന്റെ അത്രയും തന്നെ ഇതുണ്ട് ഈ വണ്ടി നമ്മുടെ കൂടെ ഉള്ള ലൈഫിന്. പിന്നെ എന്തോ ഒരു സ്നേഹമാണ് അത് ആദ്യ വണ്ടിയോട് എല്ലാവർക്കും തോന്നുന്ന ഒരു സ്നേഹം. ആ ഒരു സ്നേഹം നമുക്ക് ഈ വണ്ടിയോടെ ഉണ്ട്. ഈ വണ്ടി നമ്മൾ മേടിച്ച പിന്നെ മൊത്തം കണ്ടോ ഫുള്ള് സ്ക്രാച്ച് ആയി. കാരണം നമ്മൾ ഈ ക്യാമ്പിങ്ങിന് കൊണ്ടുപോകുന്നതുകൊണ്ട് സൈഡിൽ കൂടെ വരച്ചത്. പിന്നെ പെണ്ണാണെങ്കിൽ ചുറ്റും നടന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്കോട്ട്ലാൻഡിൽ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒരു ആക്സിഡന്റ് നമുക്ക് സംഭവിച്ചായിരുന്നു. ഇവിടെ കൊണ്ട് നിർത്തിയ വണ്ടി ഇങ്ങനെ തന്നെ വന്ന് ഇവിടെ ഇടിച്ചു കേട്ടോ. ഒന്നും പറ്റില്ല, വീടിനൊന്നും പറ്റില്ല. പക്ഷെ വണ്ടിക്ക് ഇത് കണ്ടോ, ഇവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ആയി. അത് ഞങ്ങൾ പറയുന്നത് ഈ വണ്ടിക്ക് ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. കാരണം നമ്മൾ അത്രയും ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ട്ലാൻഡിന്റെ അങ്ങ് തലപ്പത്തുനിന്ന്, അതായത് ഹൈലാൻഡിൽ നിന്നാണ് ഇറങ്ങി ഇവിടം വരെ നമ്മള് എനിക്ക് വന്ന് 11 മണിക്കൂർ കൊണ്ട് കണ്ടെത്തി. 11 മണിക്കൂറല്ലേ? നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുത്തിട്ടാ വന്നത്. പക്ഷെ എന്നാലും ബ്രേക്ക് മീൻസ് എവിടെയും കിടന്നുറങ്ങിയില്ല. നമ്മൾ അല്ലാതെ ഉള്ള അരമണിക്കൂർ സർവീസിൽ കയറി ബ്രേക്ക് എടുത്തല്ലാണ്ട് വിട്ടുപോരും. പക്ഷെ അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി എല്ലാരും ഇറങ്ങി. രാത്രി 3 മണിക്ക് അബിയും കൂടി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി മെല്ലെ തന്നെ മുമ്പോട്ട് പോയി. വണ്ടി മുമ്പോട്ട് പോയിട്ട് ആ ഒരു ഇതില് അങ്ങ് ഇടിച്ചു നിന്നു. പൈപ്പ് ഡാമേജ് ആയി. ഭാഗ്യത്തിന് പപ്പ ഇവിടെ ഉണ്ടായിരുന്നു. പപ്പ ഇങ്ങോട്ട് കയറി. പപ്പ ഇവിടെ പപ്പനോട് പോയി അങ്ങോട്ട് കയറാൻ പറഞ്ഞോണ്ട് പപ്പ ഇങ്ങോട്ടേക്ക് കയറി. വണ്ടി ഇവിടെ വന്ന് ഇടിച്ചു. പക്ഷെ അന്നേരത്ത് ഞാൻ കയറി. ഞാൻ സൈഡിൽ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ ഇറങ്ങി കാലിങ്ങനെ എടുത്ത് പുറത്തേക്ക് വെച്ചു. അതുകൊണ്ട് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ മറ്റേ ഹാൻഡിൽ അത് വലിച്ചു. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ ഇത് അതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾ ഇത്തവണ വെയിൽസിൽ പോയിട്ട് വന്നപ്പോഴും. വെയിൽസിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ഓടിച്ചോണ്ടിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്നും പറഞ്ഞ്. ശരിയാ, വെയിൽസിൽ പോയി വന്നപ്പോ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതേപോലെ മിന്നു ഭയങ്കര സ്ട്രെസ് എടുത്ത് ഓടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ജസ്റ്റ് എന്നാ നീ മാറിക്കോ, ഞാൻ ഓടിക്കാന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചു തുടങ്ങിയ പാടെ തന്നെ ഒരു വണ്ടി നമുക്ക് നേരെ, അതായത് ആ വണ്ടി ഇപ്പുറത്തെ ലൈനായിരുന്നു വരേണ്ടത്. അത് ഞങ്ങളുടെ ലൈനിൽ കയറി നേരെ വന്നു. ഞാനായിരുന്നെങ്കിൽ അന്ന് അപ്പൊ പത്തറ്റിക്കായിട്ട് ആക്സിലേറ്റർ എന്തെങ്കിലും ഞെക്കി പിടിച്ച് ചവിട്ടി എന്തെങ്കിലും ആയാനെ ഇടിച്ചേനെ. അബി ആയതുകൊണ്ട് ഒറ്റ വെട്ടിക്കൽ പിടിച്ചു. അങ്ങനെ രണ്ടൊരു ഇൻസിഡന്റ് ഉണ്ട്. അതിലൊക്കെ നമ്മളെ രക്ഷിച്ചുകൊണ്ടൊക്കെയാണ്. പിന്നെ ഇതിന്റെ നമുക്കിപ്പം മാറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൈപ്പർ ഒന്ന് മാറ്റി. പിന്നെ ഈ സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ മറ്റേ കൊരങ്ങന്മാര് കടിച്ചു പറിച്ചതായത്. ഇതിനകത്ത് ഒരെണ്ണത്തിൽ അവന്മാര് കടിച്ച പാടൊക്കെ ഉണ്ട്. ഒരെണ്ണം നമ്മൾ മാറ്റി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കയറി കേട്ടോ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. നമ്മളെ സ്പേസ് ഇതിനകത്ത് എങ്ങനെ സാധനങ്ങൾ കയറുന്നു നമുക്കറിയത്തില്ല. പക്ഷെ അതുപോലെ സ്പേസ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ വണ്ടിയായിട്ട് തോന്നും, എന്നാ ഒരു ചെറുതുമല്ല എന്നാ വലുതും അല്ലാത്തൊരു സാധനം ഇത്. എനിക്കറിയില്ല എന്തുകൊണ്ട് ഈ ഫോർഡ് യു കെ മോട്ട് ഇന്ത്യന്ന് വിട്ടുപോയി. അറിയില്ല, എന്തായാലും റീസൺ ഉണ്ടാവൂല്ലോ. ഇവിടെ ഫോർഡ് എൻഡോവർ ഇല്ല കേട്ടോ. എനിക്ക് ഇവിടെ അതാണ് ഇവിടെ നമുക്ക് എൻഡോവർ ഫേവറേറ്റ് വണ്ടി ഫോർഡ് എൻഡോവർ ആണ്. എൻഡോവർ ഇല്ലാണ്ടായപ്പോ ഫോർഡ് എവറസ്റ്റും ഇല്ല. എവറസ്റ്റ് ആ സാധനം ഇവിടെ ഇല്ല. പിന്നെ ഉള്ളത് ഫോർഡ് റേഞ്ചർ ആണ്. പിന്നെ അതിന്റെ താഴോട്ടുള്ള ഫോർഡ് കൂഗയുണ്ട്. അങ്ങനെ കുറെ വെർഷൻ ഉണ്ട്. ഇനിയിപ്പോ അറിയില്ല നമ്മൾ ഏത് വണ്ടി എടുക്കണേന്നല്ലേ. അതെ, നീ ഇനി ഒരു ഫോർഡ് എടുക്കോ? ഞാൻ വേണമെങ്കിൽ എടുക്കും. എന്താ എടുക്കാത്ത? ആമി ഇങ്ങോട്ട് വന്നേ സൈഡിലോട്ട്. എന്നോട് പലരും പുച്ഛത്തോടെ സംസാരിച്ചിട്ടുണ്ട്, ഫോർഡല്ലേ. പക്ഷെ ഫോർഡ് ഇത് ഓടിക്കാത്തവരാണ് അങ്ങനെ പറയുന്നത്. മസ്താങ് ഒക്കെ ഇതിന്റെ തന്നെ അല്ലേ? അത് ശരിയാണല്ലോ. അബിയുടെ ഭയങ്കര ഇതാണ് കേട്ടോ മസ്താങ്. അതെല്ലാ പിള്ളേരുടെ അങ്ങനെ തന്നെ ആയിരിക്കും. ഫേവറേറ്റ് വണ്ടി മസ്താങ് കഴിഞ്ഞിട്ട് എനിക്ക് ഫോർഡ് എൻഡോവർ ഉള്ളൂ. പിന്നെന്താ പറയാ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഇതെന്ന് പറയുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയില്ല. കാരണം നമ്മൾ കാർ അധികം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ നാട്ടിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ ബൈക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അത് നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മളെ വീട്ടിന്റെ അകത്ത് കയറ്റി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെന്താ പറയാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. ഇത് എനിക്ക് ഞാൻ കൊടുക്കില്ലായിരുന്നു ഈ വണ്ടി. പക്ഷെ നമുക്ക് ഇവിടെ നമുക്ക് 2 വണ്ടികളൊന്നും ഇതാക്കാൻ പറ്റില്ല, കീപ്പ് ചെയ്യാൻ പറ്റില്ല. 2 വണ്ടിയൊക്കെ കീപ്പ് അതുപോലെ പൈസക്കാരനായിരിക്കണം. നമ്മളിപ്പോ അത്രയും പൈസക്ക് ഒന്നും ഇല്ല. ഞാൻ ഈ വണ്ടി മിന്നുവിന് ഗിഫ്റ്റ് കൊടുത്തത്. ഞങ്ങൾ പാപ്പരാസികളാണ്. ഈ വണ്ടി മിന്നുവിന് ഗിഫ്റ്റ് കൊടുത്തിട്ട് നമ്മൾ പുതിയ വണ്ടി മേടിച്ചാണ്. പക്ഷെ ഇതിന്റെ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ, നിങ്ങളുടെ വണ്ടിനെ കുറിച്ചും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും. പിന്നെ ഒരുപാട് പേർക്ക് ഇവിടെ ഇത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മേടിച്ചാണ്. കുറെ പേർക്ക് അങ്ങനെ മേടിച്ചിട്ട് പണി കിട്ടിയവരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് 6 ലക്ഷം രൂപ നമ്മൾ കൊടുത്ത് മേടിച്ച വണ്ടിയാണ്. അന്ന് കൊടുത്തപ്പോൾ എനിക്ക് ഇതൊരു നഷ്ടമാണോ എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്രയും 3.5 വർഷം ഞാൻ ഈ വണ്ടി ഓടിച്ചു. അന്ന് കൊടുത്ത പൈസ കൊടുത്തുള്ളൂ. ഇതിന് ശേഷം ഒരുപാട് പേര് വണ്ടി മേടിച്ചവരൊക്കെ, ഒരുപാട് പേര് അല്ലാണ്ട് മേടിച്ചവർ ഇപ്പൊ 3-4 വണ്ടി മാറ്റി മേടിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കിത് നഷ്ടമില്ല. കാരണം എന്തായാലും ഒരു പൈസ നഷ്ടം വന്നിട്ടുണ്ടാവില്ല. നമുക്ക് ഇത് മാറ്റാത്ത തന്നെ ഇനി ചിലപ്പോൾ ഇത് ചെറിയ പൈസ കൊടുക്കേണ്ടി വരും. 2-3 കിട്ടും. 3 കിട്ടുമെന്ന് അറിയില്ല. നമ്മുടെ മാക്സിമം ആയിട്ട് യൂസ് ഭയങ്കരത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് വെറുതെ കൊടുത്താലും നഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറി. അത്രക്കൊക്കെ വേണം. ചിലപ്പോ സ്ക്രാപ്പിന് കൊടുക്കേണ്ടി വരും. കാരണം നമ്മളെ വീഡിയോ കാണുന്നവർക്ക് മൊത്തം അറിയാം നമ്മുടെ ഈ വണ്ടി എങ്ങനെയൊക്കെ യൂസ് ചെയ്തേക്കുന്നതെന്നും എല്ലാ കാര്യങ്ങളും. അല്ല, നമ്മളങ്ങനെ റഫായിട്ട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ക്യാമ്പിങ്ങിന് പോകുന്നതിന്റെ പോയിട്ടുണ്ട്. റഫായിട്ട് യൂസ് ചെയ്യുന്ന മീൻസ് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ റോഡില്ലാത്ത വഴികളിലൂടെ പോയി ഒരു തവണ അങ്ങനെ എങ്ങാണ്ടാണ് നമ്മുടെ ആ കൂളിംഗ് ലീക്കിന്റെ പ്രശ്നം വന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഓടിച്ചു. പക്ഷെ എന്നിരുന്നാലും രസമാണ്. ഇപ്പോഴും നല്ല ജഗദില്ലിയായിട്ട് ഓടുന്നുണ്ട്. ഇനി എത്ര കാലം ഓടുന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം പണി കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഈ ഫോർഡ് ഫോക്കസ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ 1 ലിറ്റർ എഞ്ചിനുണ്ട്, എക്കോ ബൂസ്റ്റ് എഞ്ചിനുണ്ട്, അങ്ങനെ കുറെ വേറെ മോഡലുകളുണ്ട്. അപ്പോൾ എല്ലാ വണ്ടി ഇതേപോലെ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ ഞാൻ 1 ലിറ്റർ എഞ്ചിൻ്റെ വണ്ടിയിൽ കയറിയായിരുന്നു. എനിക്കത് അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിനൊരു എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ഇതിൻ്റെ പോലെ ആ പവർ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതെ, സ്വന്തം വണ്ടീനോടുള്ള സ്നേഹം കൊണ്ട് തോന്നിയ അതെനിക്ക് വേറൊരു കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾ ഈ ഫോർഡിന്റെ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നല്ല വണ്ടികൾ നോക്കി എടുക്കട്ടോ. എനിക്ക് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്നവരായിരിക്കും, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. അതെ, നമ്മുടെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് അന്ന് ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇത് ഈ വണ്ടി കണ്ടപ്പോൾ ഇതിൻ്റെ ഇന്റീരിയർ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ എടുത്തു. അങ്ങനെ ഫോർഡ് വേണമെന്നോ അല്ലെ ഇന്ന വണ്ടി വേണമെന്നൊന്നുമില്ല. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനോടൊരു സ്നേഹം തോന്നി. നല്ല വണ്ടിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നല്ല ഓടിക്കാനും ഒരു ലോങ് ഡ്രൈവാണെങ്കിൽ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം നമ്മൾ സ്കോട്ട്ലാൻഡിന്റെ ആ വീഡിയോ കണ്ടാൽ ഈ വണ്ടി കൊണ്ട് നമ്മൾ അവിടെ ഒക്കെ കറങ്ങിയത്, മൊത്തം കറങ്ങിയത് 3000 മൈൽ ഓടിച്ചു എന്ന് പറഞ്ഞാൽ അല്ലേ. അതുപോലെ നമ്മൾ ഇവിടെ ലേക്ക് ഡിസ്ട്രിക്ട് പോയി, പീക്ക് ഡിസ്ട്രിക്ട് പോയി, യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ തൊട്ട് ജോണഗ്രാഡ്സ് വരെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി കൊണ്ട് പോയി. അതായത് UK ഈ ഒരു ഐലൻഡ് ഇല്ലേ, നോർത്തേൺ അയർലൻഡ് ഒഴിച്ച് ഈ ഒരു ഐലൻഡിൽ കൂടെ മൊത്തം നമ്മളൊരു റൗണ്ട് അടിച്ചു അല്ലേ. ഈ പറഞ്ഞ പോലെ പീക്ക് ഡിസ്ട്രിക്ട്, മറ്റേ നമ്മുടെ കോൺവാള്, പിന്നെ ലേക്ക് ഡിസ്ട്രിക്ട്, പിന്നെ ഏതാ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അല്ലേ. വെയിൽസിൽ 3 തവണ പോയി. അപ്പോൾ അങ്ങനെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തൊരു നല്ല വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇനി വലിച്ചു കിട്ടുന്നില്ല, ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ആവർത്തിച്ച് പറഞ്ഞു എന്നറിയാം. നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിലൂടെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്.